നമസ്കാരം, കൊട്ടാരക്ക മീഡിയയിലേക്ക് സ്വാഗതം. പാക് സൈനിക മേധാവിക്ക് മുന്നറിയിപ്പുമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. തന്റെ ഭാര്യ ബുഷ്ര ബീബിയെ കള്ളക്കേസിൽ കുടുക്കി തടവിലിട്ട് ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും കരസേനാ മേധാവി ജനറൽ അസീം മുനീറാണ് ഇതിന് ഉത്തരവാദിയെന്നും അദ്ദേഹം ആരോപിച്ചു. അഴിമതി, നിയമവിരുദ്ധമായ വിവാഹം തുടങ്ങി കുറ്റങ്ങൾ ചുമത്തിയാണ് ഇമ്രാൻഖാന്റെ ഭാര്യയെ തടവിലാക്കിയിരിക്കുന്നത്. ഇസ്ലാമാബാദിന്റെ ബനിഗാല വസതിയിൽ തടങ്കലിൽ കഴിയുകയാണ് ഇപ്പോൾ ബുഷ്ര ബീബി. മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് സ്ഥാപകനുമായ ഇമ്രാൻഖാനും നിലവിൽ അഴിമതി കേസിൽ ജയിലിലാണ്. ഖാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലിട്ട പോസ്റ്റിലാണ് മാധ്യമപ്രവർത്തകരുമായി ജയിലിൽ സംസാരിച്ച വിവരം ഇമ്രാൻ പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ അടിയാല ജയിലിൽ തടവിൽ കഴിയുന്ന ഇമ്രാൻഖാൻ മാധ്യമപ്രവർത്തകരോടാണ് സൈനിക മേധാവിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഭാര്യയ്ക്കെതിരെ കേസെടുക്കുന്നതിൽ കരസേനാ മേധാവി ജനറൽ അസീം മുനീറിന് നേരിട്ട് പങ്കുണ്ട്. വിധി പ്രസ്താവിക്കുന്നതിലും അസീം ജഡ്ജിനെ സ്വാധീനിച്ചുവെന്ന് എക്സിലെ കുറിപ്പിൽ ഇമ്രാൻ പറഞ്ഞു. ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അസീം മുനീറിനെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം കുറിച്ചു. പാക് ഭരണകൂടത്തെയും ഇമ്രാൻ വിമർശിച്ചു. ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാട്ടിലെ രാജാവിന്റെ നിയമമാണ് നടപ്പാക്കുന്നതെന്നും രാജാവിന് ഇഷ്ടമില്ലാത്തതിനെയെല്ലാം ജയിലിൽ അടയ്ക്കുകയാണെന്നും ഇമ്രാൻ ആരോപിച്ചു. പ്രധാനമന്ത്രിയായിരിക്കെ അഴിമതി നടത്തിയെന്നാരോപിച്ച് 14 വർഷമാണ് ഇമ്രാൻഖാനെ ജയിൽ ശിക്ഷ വിധിച്ചത്. രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന കേസിൽ മറ്റൊരു 10 വർഷത്തേക്കും ഇമ്രാനെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്.